ലോജിക്കൽ ആൻഡ് ഓത്തർ ഓപ്പറേറ്റർസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ലോജിക്കൽ ഓപ്പറേറ്റർസ്, പാരലൽ അസൈൻമെന്റ്, രംഗെ ഓപ്പറേറ്റർസ്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് വെർഷൻ 1204, റൂബി 193. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ലിനക്സിൽ ടെർമിനലും ടെക്സ്റ്റ് എഡിറ്ററും ഉപയോഗിക്കുവാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ IRBയും പരിചിതമായിരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് പരിശോധിക്കുക. ലോജിക്കൽ ഓപ്പറേറ്റർസിനെ ബൂലിയൻ ഓപ്പറേറ്റർസ് എന്നും അറിയപ്പെടുന്നു. എന്തെന്നാൽ അവ ഒരു എക്സ്പ്രഷന്റെ വിവിധ ഭാഗങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് മൂല്യം ട്രൂ അല്ലെങ്കിൽ ഫാൽസെ റിട്ടേൺ ചെയ്യുന്നു. ലോജിക്കൽ ഓപ്പറേറ്റർസ് ഡബിൾ ആംപർസാൻഡ് അതായത് ആൻഡ്, ഡബിൾ പൈപ്പ് അതായത് ഓർ, എക്സ്ക്ലമേഷൻ അതായത് നോട്ട്. രണ്ട് എക്സ്പ്രഷൻസും ട്രൂ ആണെങ്കിൽ ഡബിൾ ആംപർസാൻഡും ആൻഡും ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ആദ്യത്തേത് ട്രൂ ആണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യൂ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രസിഡൻസ് ആണ്. സിംബോളിക് ആൻഡ് അതായത് ഡബിൾ ആംപർസാൻഡിന് ആണ് ഉയർന്ന പ്രസിഡൻസ്. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇതിനായി IRB ഉപയോഗിക്കാം. ടെർമിനൽ തുറക്കാനായി Ctrl+Alt+T കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഇന്ററാക്ടീവ് റൂബി തുറക്കാനായി IRB ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. ടൈപ്പ് ചെയ്യുക 3 ഗ്രീറ്റർ താൻ 2 സ്പേസ് ഡബിൾ ആംപർസാൻഡ് സ്പേസ് 4 ലെസ് താൻ 5. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടുന്നു. ഇവിടെ എക്സ്പ്രഷൻ 1 അതായത് 3 ഗ്രീറ്റർ താൻ 2 ട്രൂ ആണ്. എക്സ്പ്രഷൻ 2 അതായത് 4 ലെസ് താൻ 5ഉം ട്രൂ ആണ്. രണ്ട് എക്സ്പ്രഷൻസും ട്രൂ ആയതിനാൽ ഔട്ട്പുട്ട് ട്രൂ കിട്ടുന്നു. മുൻപത്തെ കമാൻഡ് ലഭിക്കാനായി അപ്പ് ആരോ കീ പ്രസ് ചെയ്യുക. ഡബിൾ ആംപർസാൻഡിന് പകരം ആൻഡ് എന്ന വാക്ക് കൊടുക്കുക. എന്റർ പ്രസ് ചെയ്യുക. അതേ ഫലം കിട്ടുന്നു. മുൻപത്തെ കമാൻഡ് ലഭിക്കാനായി അപ്പ് ആരോ കീ പ്രസ് ചെയ്യുക. എക്സ്പ്രഷൻ 1ൽ ഗ്രീറ്റർ താൻ ചിഹ്നം മാറ്റി ലെസ് താൻ ആക്കുക. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് ഫാൽസെ എന്ന് കിട്ടുന്നു. എന്തെന്നാൽ 3 ലെസ് താൻ 2 ഫാൽസെ ആണ്. ആദ്യത്തെ എക്സ്പ്രഷൻ ഫാൽസെ ആയതിനാൽ രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിനാൽ ഔട്ട്പുട്ട് ഫാൽസെ എന്ന് കിട്ടുന്നു. ഏതെങ്കിലും എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഡബിൾ പൈപ്പും ഓറും ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ആദ്യത്തേത് ഫാൽസെ ആണെങ്കിൽ മാത്രം രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രസിഡൻസിൽ ആണ്. സിംബോളിക് ഓർ അതായത് ഡബിൾ പൈപ്പിന് ഉയർന്ന പ്രസിഡൻസ് ഉണ്ട്. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നോക്കാം. 10 ഗ്രീറ്റർ താൻ 6 സ്പേസ് ഡബിൾ പൈപ്പ് സ്പേസ് 12 ലെസ് താൻ 7. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടുന്നു. ഇവിടെ എക്സ്പ്രഷൻ 1 അതായത് 10 ഗ്രീറ്റർ താൻ 6 ട്രൂ ആണ്. ആദ്യത്തെ എക്സ്പ്രഷൻ ട്രൂ ആയതിനാൽ രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിനാൽ ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടുന്നു. മുൻപത്തെ കമാൻഡ് ലഭിക്കുന്നതിനായി അപ്പ് ആരോ കീ പ്രസ് ചെയ്യുക. എക്സ്പ്രഷൻ 1ൽ ഗ്രീറ്റർ താൻ സൈൻ ലെസ് താൻ സൈൻ ആക്കുക. പൈപ്പ് സിംബലിന് പകരം ഓർ കൊടുക്കുക. എന്റർ പ്രസ് ചെയ്യുക. ഇവിടെ എക്സ്പ്രഷൻ 1 അതായത് 10 ലെസ് താൻ 6 ഫാൽസെ ആണ്. എക്സ്പ്രഷൻ 2 അതായത് 12 ലെസ് താൻ 7ഉം ഫാൽസെ ആണ്. രണ്ട് എക്സ്പ്രഷൻസും ഫാൽസെ ആയതിനാൽ ഔട്ട്പുട്ട് ഫാൽസെ എന്ന് കിട്ടുന്നു. എക്സ്ക്ലമേഷൻ മാർക്ക് നോട്ട് ഓപ്പറേറ്ററുകൾ എക്സ്പ്രഷന്റെ വിപരീത മൂല്യം റിട്ടേൺ ചെയ്യുന്നു. എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഓപ്പറേറ്റർ ഫാൽസെ മൂല്യം റിട്ടേൺ ചെയ്യുന്നു. എക്സ്പ്രഷൻ ഫാൽസെ ആണെങ്കിൽ ഇത് ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രസിഡൻസിൽ ആണ്. സിംബോളിക് നോട്ട് അതായത് എക്സ്ക്ലമേഷൻ മാർക്കിന് ഉയർന്ന പ്രസിഡൻസ് ഉണ്ട്. നോട്ട് ഓപ്പറേറ്റർ നോക്കാം. ടൈപ്പ് ചെയ്യുക 10 ഡബിൾ ഇക്വൽ ടോ 10. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടുന്നു. ഈ എക്സ്പ്രഷന്റെ ഫലം വിപരീതമാക്കണമെങ്കിൽ എക്സ്പ്രഷന് മുൻപ് നോട്ട് ഓപ്പറേറ്റർ ചേർക്കുന്നു.
ടൈപ്പ് ചെയ്യുക എക്സ്ക്ലമേഷൻ മാർക്ക് ബ്രാക്കറ്റിനുള്ളിൽ 10 ഡബിൾ ഇക്വൽ ടോ 10. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് ഫാൽസെ എന്ന് കിട്ടുന്നു. ഐആർബി കൺസോൾ വൃത്തിയാക്കാനായി Ctrl L പ്രസ് ചെയ്യുക. അടുത്തതായി പാരലൽ അസൈൻമെന്റ് പഠിക്കാം. പാരലൽ അസൈൻമെന്റ് വഴി ഒന്നിൽ കൂടുതൽ വേരിയബിളുകൾ ഒറ്റ വരി റൂബി കോഡ് കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ടെർമിനലിലേക്ക് തിരികെ പോകാം. പാരലൽ അസൈൻമെന്റ് ഉപയോഗിച്ച് a, b, c എന്നീ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യാം. ടൈപ്പ് ചെയ്യുക a, b, c equal to 10, 20, 30. എന്റർ പ്രസ് ചെയ്യുക. ഇവിടെ 10 വേരിയബിൾ aയിൽ അസൈൻ ചെയ്യപ്പെടും. 20 വേരിയബിൾ bയിൽ അസൈൻ ചെയ്യപ്പെടും. 30 വേരിയബിൾ cയിൽ അസൈൻ ചെയ്യപ്പെടും. വലതുവശം ഒരു അറേ പോലെ പ്രവർത്തിക്കുന്നു. ഇടതുവശത്ത് വേരിയബിളുകൾ ലിസ്റ്റ് ചെയ്താൽ അറേ അൺപാക്ക് ചെയ്ത് വേരിയബിളുകളിൽ യഥാക്രമം അസൈൻ ചെയ്യപ്പെടുന്നു. തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ arraysനെ പറ്റി കൂടുതലായി പഠിക്കാം. ഇപ്പോൾ അസൈൻമെന്റ് ശരിയായി നടന്നിട്ടുണ്ടോ എന്ന് നോക്കാം. a ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. aയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള 10 കാണിക്കുന്നു. b ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. 20 കിട്ടുന്നു. c ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. 30 കിട്ടുന്നു. രണ്ട് വേരിയബിളുകളിൽ സൂക്ഷിച്ചിട്ടുള്ള മൂല്യങ്ങൾ സ്വാപ്പ് ചെയ്യുന്നതിനും പാരലൽ അസൈൻമെന്റ് ഉപയോഗപ്രദമാണ്. aയുടെയും bയുടെയും മൂല്യങ്ങൾ സ്വാപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുക പട്സ് സ്പേസ് ഡബിൾ quotesനുള്ളിൽ a equal to ഹാഷ് കർലി ബ്രാക്കറ്റ്സിനുള്ളിൽ a, ഡബിൾ quotesനുള്ളിൽ b equal to ഹാഷ് കർലി ബ്രാക്കറ്റ്സിനുള്ളിൽ b. എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് a equals 10, b equals 20 എന്ന് കിട്ടുന്നു. ഇപ്പോൾ aയും bയും സ്വാപ്പ് ചെയ്യാം. അതിനായി ടൈപ്പ് ചെയ്യുക a, b equal to b, a. എന്റർ പ്രസ് ചെയ്യുക. പട്സ് കമാൻഡ് കിട്ടാനായി അപ്പ് ആരോ 2 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് എന്റർ കൊടുക്കുക. ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നു. a equals 20, b equals 10. ഇപ്പോൾ Rubyയിലെ rangeനെ കുറിച്ച് പഠിക്കാം. ഒരു rangeലെ മൂല്യങ്ങൾ നമ്പേർസ്, ക്യാരക്ടർസ്, സ്ട്രിംഗ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്സ് ആകാം. ഒരു സീക്വൻസ് കാണിക്കുവാൻ റേഞ്ചസ് ഉപയോഗിക്കുന്നു. തുടർച്ചയായ മൂല്യങ്ങൾ സൃഷ്ടിക്കുവാൻ സീക്വൻസ് range ഉപയോഗിക്കുന്നു. ഇത് ആദ്യത്തെ മൂല്യം, മൂല്യങ്ങളുടെ range, അവസാനത്തെ മൂല്യം എന്നിവ ഉൾക്കൊള്ളുന്നു. 2 ഡോട്ട് ഓപ്പറേറ്റർ ഇൻക്ലൂസീവ് range സൃഷ്ടിക്കുന്നു. 3 ഡോട്ട് ഓപ്പറേറ്റർ എക്സ്ക്ലൂസീവ് range സൃഷ്ടിക്കുന്നു. ഒരു മൂല്യം ഒരു പ്രത്യേക rangeൽ ഉൾപ്പെടുന്നോ എന്ന് പരിശോധിക്കാൻ ranges ഉപയോഗിക്കുന്നു. ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആണ് ഇത് ചെയ്യുന്നത്. rangesന് ചില ഉദാഹരണങ്ങൾ നോക്കാം. ടെർമിനലിലേക്ക് തിരികെ പോകുക. ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ്സിനുള്ളിൽ 1, 2 ഡോട്ട്സ് 10 എന്നിട്ട് ഡോട്ട് ടോ അണ്ടർസ്കോർ a. 2 ഡോട്ട് ഓപ്പറേറ്റർ ഇൻക്ലൂസീവ് range സൃഷ്ടിക്കുന്നു. ഇൻക്ലൂസീവ് ഓപ്പറേറ്റർ ഒരു rangeലെ ആദ്യത്തെയും അവസാനത്തെയും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇവിടെ rangeനെ ഒരു ലിസ്റ്റിലേക്ക് മാറ്റാൻ to a മെത്തോട് ഉപയോഗിക്കുന്നു. എന്റർ പ്രസ് ചെയ്യുക. 1, 10 എന്നീ മൂല്യങ്ങൾ rangeൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാം. ഇപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് range ഓപ്പറേറ്റർ നോക്കാം. ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ്സിനുള്ളിൽ 1, 3 ഡോട്ട്സ് 10 എന്നിട്ട് ഡോട്ട് ടോ അണ്ടർസ്കോർ a. 3 ഡോട്ട് ഓപ്പറേറ്റർ ഒരു എക്സ്ക്ലൂസീവ് range സൃഷ്ടിക്കുന്നു. എക്സ്ക്ലൂസീവ് range ഓപ്പറേറ്റർ സീക്വൻസിൽ നിന്ന് അവസാനത്തെ മൂല്യം ഒഴിവാക്കുന്നു. എന്റർ പ്രസ് ചെയ്യുക. ഇവിടെ അവസാനത്തെ മൂല്യം 10 rangeൽ ഉൾപ്പെട്ടിട്ടില്ല. ഇനി 5 1 to 10 rangeൽ ഉണ്ടോ എന്ന് നോക്കാം. ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ്സിനുള്ളിൽ 2 ഡോട്ട്സ് 10
3 പ്രാവശ്യം ഇക്വൽ ടു എന്നിട്ട് 5. Enter പ്രസ് ചെയ്യുക. ഒരു മൂല്യം rangeൽ ഉണ്ടോ എന്ന് അറിയുവാൻ ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. 1 to 10 rangeൽ 5 ഉള്ളതിനാൽ ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് ലോജിക്കൽ ഓപ്പറേറ്റർ അതായത് ഡബിൾ ആംപർസാൻഡ്, ഡബിൾ പൈപ്പ്, എക്സ്ക്ലമേഷൻ മാർക്ക് ഓപ്പറേറ്ററുകൾ, പാരലൽ അസൈൻമെന്റ് ഉദാഹരണം a, b, c equals 10, 20, 30, range ഓപ്പറേറ്റർ, ഇൻക്ലൂസീവ് ഓപ്പറേറ്റർ, എക്സ്ക്ലൂസീവ് ഓപ്പറേറ്റർ. അസൈൻമെന്റ്: രണ്ട് വേരിയബിളുകൾ പാരലൽ അസൈൻമെന്റ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്തിട്ട് അവയുടെ തുക 20നും 50നും ഇടയിലാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.